ഇവർ മാത്രമാണ് സത്യവിശ്വാസികൾ. ഇന്നമ കൊണ്ട് തുടങ്ങിയാൽ അതിന്റെ അർത്ഥം അവർ മാത്രം എന്ന അർത്ഥം വരും അവിടെ. തീർച്ചയായും ഈ പറയാൻ പോകുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. ആരാണവർ? അല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളൊന്ന് പടയും, ഹൃദയമൊന്ന് വിറക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതു, ഇനി അള്ളാഹുവിന്റെ വചനങ്ങളെങ്ങാനും അവർക്ക് ഓതി കേൾപ്പിച്ചാലോ സാദത്തും ഈമാന, അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇവർ മാത്രമാണ് സത്യവിശ്വാസികൾ. ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നു, ഒരു കുട്ടി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങളെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മോന് വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കി. അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്, അനുഗ്രഹമാണ്, അൽഹംദുലില്ലാഹ് പറയണം. അതിനുള്ള ശുക്ർ എന്താണെന്നറിയോ? ഇത്തരം പരിപാടികൾ നമ്മൾ നടത്തുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാവാനാണ്. അവരും അവരുടെ മക്കളെ ഇത്തരം വഴിയിലേക്ക് കൊണ്ടുവരട്ടെ എന്നതിനുള്ള പ്രോത്സാഹനമാണ് നമ്മൾ ഇത്തരം പരിപാടികൾ നടത്തുന്നതൊക്കെ. പക്ഷേ അതിനേക്കാൾ വലിയ ശുക്ർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചിട്ട മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ ഒരു മോൻ ഹാഫിളായി വരുമ്പോ ആ കുടുംബക്കാര് ചിന്തിക്കേണ്ടത് കഴിഞ്ഞു പോയ കാലത്തെ പോലെയല്ല നമ്മൾ ഇനി ജീവിക്കേണ്ടത്. നമ്മളെ കുടുംബത്തിൽ ഒരു പ്രകാശം വന്നിട്ടുണ്ട്. പലപ്പോഴും മാതാവിന്റെ കാലിനടിയിൽ സ്വർഗമെന്ന് നമ്മൾ പറയും. വിശുദ്ധ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുത്തിട്ട് മാതാവിന്റെ മഹത്വം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം. ഈ മാതാവിന്റെ കാലിനടിയിൽ സ്വർഗം എന്നത് ശരി തന്നെയാണ്. പക്ഷേ ആ മാതാവിനോടുള്ള ഉപദേശം എന്താണ്? നീ സ്വർഗത്തിന്റെ മേലെ നടക്കുന്നവളാവണം. ആ മാതാവിനോടുള്ള ഉപദേശം അതാണ്. അപ്പോഴേ നിന്റെ കാലിനടിയിൽ മക്കൾക്കുള്ള സ്വർഗമാവുന്നുള്ളൂ. വെറുതെ എന്റെ കാലിനടിയിൽ എന്റെ മക്കളുടെ സ്വർഗമുണ്ടെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കണ്ട. നീ വേണ്ടത് നിന്റെ കാലിനടിയിൽ സ്വർഗമാക്കും വിധം നിന്റെ ജീവിതത്തെ സൂക്ഷ്മതയിൽ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണം. ഇതൊരു ഉമ്മക്കുള്ള ഉപദേശമാണ്, മക്കൾക്കുള്ള ഉപദേശമാണ്. നിങ്ങളുടെ മാതാവിന്റെ കാലിനടിയിൽ സ്വർഗം എന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിച്ചവർ, അത് പഠിപ്പിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോഴും അവരുടെ ചുറ്റുപാടുകൾ ഓക്കെ ആവണം എന്നുള്ളത് ഷർത്ത് തന്നെയാണ്. ഈ മോനെ വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ആ മോനെ ഹാഫിളായി എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞു വിടാനായിട്ടില്ല, സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. ചില പുകഴ്ത്തലുകൾ, സംസാരങ്ങൾ നമുക്ക് പേടി വരും. പടച്ച റബ്ബേ എന്താണ് ഇത് എന്ന രീതിയിൽ നമുക്ക് പേടി വരും. പക്ഷെ അതിന്റെ പിന്നിൽ അള്ളാഹു ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അള്ളാഹു വളരെ നല്ല രീതിയിൽ ക്വാളിറ്റി നൽകുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അത്രത്തോളം പവിത്രമായ ജീവിതം നയിക്കണം. ഒരാള് ഹാഫിളായി കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റും വാങ്ങി കക്ഷത്തിലും വെച്ച് പോയി, പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോ എടാ നീ അല്ലടാ അന്ന് ഹാഫിളായത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതിന് വേണ്ടത് എന്താണ്? അതിനാർക്കാ ഉസ്താദുമാർക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. അത് സ്വന്തം കുടുംബമാണ് ആ മക്കളെ നല്ല രൂപത്തിൽ നയിക്കേണ്ടത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മോനെയും നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നല്ല ഉഖ്റവിയായ ഹാഫിളുകളിലും ആലിമുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പുകഴ്ത്തലുകൾ എല്ലാവരും പറയുമ്പോൾ ഞാനിപ്പോൾ അത് കൂടുതൽ പുകഴ്ത്തണ്ടല്ലോ. പിന്നെ ഞാൻ അതിന് മാത്രമുള്ള മനുഷ്യനല്ല, നമ്മളൊരു മാധ്യമം മാത്രമാണ്. ദുആ ചെയ്യാൻ നന്നാവാൻ, നിങ്ങളൊക്കെ ഇവിടെ കൂടി ഉസ്താദുമാരും നിങ്ങളും ദുആ ചെയ്യാൻ നന്നാവണം. ഹാഫിള്, ശരിയായ ഹാഫിൾ എന്ന് പറയുന്നത് അൽ ഹാഫിൾ എന്ന് പറയുന്നത്, നമ്മൾ നോട്ടീസിൽ ഇങ്ങനെ എഴുതും, പ്രഭാഷണമൊക്കെ ഉണ്ടാകും അൽ ഹാഫിൾ എന്ന് പറഞ്ഞ് കൊടുക്കും. ശരിയായ അൽ ഹാഫിൾ, ആ അലിഫ്ലാമിന് വലിയ മഹത്വമുണ്ട്. അതിൽ തഖ്വ ചേരണം, സ്വഭാവം നന്നാവണം, അവനെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വിധം അവന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തണം. അവനാണ് അൽ ഹാഫിൾ. വെറുതെ പോസ്റ്ററിൽ എഴുതും അൽ ഹാഫിൾ. സുബൈ വരെ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ചില പോസ്റ്ററിൽ പേര് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ തുടക്കത്തിൽ എന്തുണ്ട്? അൽ ഹാഫിൾ. അതെന്തിനൊരു രസത്തിലാണ്. പക്ഷെ ആ വാക്കിൽ വലിയ പ്രശ്നമുണ്ട്, അപകടമുണ്ട്. ഈ അൽ ഹാഫിൾ എന്നത് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്കും അതുപോലെ കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാർക്കൊക്കെ ചേർത്തി വെച്ച പദമാണ്. അത് കണ്ട അണ്ടൻ അടകോടനെ ചേർത്തി വെക്കാനുള്ളതല്ല.
അപ്പൊ അതിലേക്ക് നമ്മളൊക്കെ എത്താൻ നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ ഈ മക്കളും നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ സേവനം ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 50ഓളം വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് മനഃപ്പാഠമാക്കിയിട്ട് നമ്മുടെ മക്കളുണ്ട്. അവരായാലും ഈ നിലവിൽ പോത്താങ്കണ്ടത്ത് സേവനം ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഇപ്പൊ അവിടുന്ന് ഹിഫ്ള് പൂർത്തിയാക്കി വേറെ മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യേണ്ടത് ഇത്രമാത്രം. ദുനിയാവിൽ ഔഖാഫിൽ ജോലി കിട്ടാനോ സൗദിയിൽ ഇമാമാവാനോ സാമ്പത്തികമായൊരു സ്രോതസ്സാക്കി മാറ്റാനോ അല്ല ദുആ ചെയ്യേണ്ടത്. ഉഖ്റവിയായ ഹാഫിളും ആലിമുമായി മാറാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അത് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ അഹമ്മദ് ഷാ പറഞ്ഞല്ലോ, ഈ നമ്മൾ മുമ്പേ ഒരു വരവ് ഇവിടെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ 100ാം വാർഷിക ആ സമ്മേളന നഗരി സന്ദർശിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ഭാരവാഹികളും വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് ഒരു യാത്ര ഇവിടെ വന്ന സമയത്ത് വളരെ മഹത്തായ രീതിയിലുള്ള ഒരു വലിയ സൽക്കാരം നിങ്ങളെ ഈ വീട്ടുകാർ നമുക്ക് ഒരുക്കി. അതിലും വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമാറുള്ള വലിയ വലിയ അല്ലെ ഒരു നന്മ ഉദ്ദേശിച്ചായിരിക്കാം. ആ നന്മയുടെ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. നമ്മുടെ നിയ്യത്തൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. വെറും ആരെങ്കിലും കണ്ടൊന്ന് ഉഷാറാണെന്ന് പറയുന്നതിലാവരുത്. നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. അല്ലാഹു അങ്ങനെ നിയ്യത്ത് നന്നാക്കി തരട്ടെ. റിയായില്ലാത്ത നല്ല ഈമാനുള്ള മാതൃകയുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സമയം ഏറെ വൈകിയിട്ടുണ്ട്. പ്രഗത്ഭരായ ഉസ്താദ്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ വലിയ വാദം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിനുവേണ്ടി സഹായിച്ച ആളുകൾ, ഇതിൽ പങ്കെടുത്ത നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്റെ മോനും ഇതിനേക്കാൾ മനോഹരമായി നല്ലൊരു ഹാഫിളാവണം. ഇതുപോലെ എന്നല്ല ചിന്തിക്കേണ്ടത്, ഇതിനേക്കാൾ മനോഹരമായ നല്ലൊരു ഹാഫിളായി മാറണം എന്ന് കൊതിക്കുന്നുണ്ടാവും. അള്ളാഹു ആ കൊതിക്കുന്ന കൊതിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അതേപോലെ എപ്പോഴും നിങ്ങൾ നമ്മുടെ പോത്താങ്കണ്ടത്തുള്ള ആളുകൾക്കും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ആ സ്ഥാപനം അവിടെ നിലനിന്ന് പോകുന്നു. വളരെ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ വിശാലമായ സ്ഥാപനമാണ്. ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു 4-5 സ്ഥാപനങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഈ സ്ഥാപനം, ഞാൻ അവിടെ എന്റെ ജോലി സ്ഥിരപ്പെടാൻ വേണ്ടി പറയല്ല കേട്ടോ. ഞാൻ പുകഴ്ത്തി അവരോട് നിർത്തി കഴിച്ച് പറയല്ല. പക്ഷെ യാഥാർത്ഥ്യ പറയുന്നത് അൽഹംദുലില്ലാഹ് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ രക്ഷിതാക്കളും കൂടെ ഉണ്ട്. ഞാൻ ബടായവരെ അവരോട് ചോദിക്കാം. അപ്പൊ അവരോട് ചോദിച്ചാൽ എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി വലിയ ഉന്നതി പ്രാപിച്ച നാടല്ല. പോത്താങ്കണ്ടത്തെ പറ്റി പഠിച്ച ആളുകൾക്കറിയാം. ഒരു ഉള്ളേരിയയിൽ അന്ന് വന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിരുന്നു, ഉള്ളേരിയയുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ എല്ലാവർക്കും അത്ഭുതമാണ് ആ സ്ഥാപനം. എല്ലാ പരിപാടിയും ഒന്നിന് മെച്ചം എന്ന രൂപത്തിൽ വളരെ പ്രകാശമായി ആ നാട് മൊത്തം സഹകരിക്കുന്ന രൂപത്തിൽ ആ സ്ഥാപനം മുന്നോട്ട് പോവാണ്. എല്ലാ രീതിയിലും അവിടെ നിലവിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ നാമത്തിലാണ് സ്ഥാപനം ഉള്ളത്. പലപ്പോഴും ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോഴൊക്കെ ആശങ്കയുണ്ടാവും, ഇതെന്താവും ഇതിന്റെ അവസ്ഥ, സാമ്പത്തികമൊക്കെ എന്താവും. പക്ഷേ ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയാക്കിയിട്ട് അള്ളാഹു അത് നടത്തി തരാറുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സദസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാം, നല്ല രീതിയിലുള്ള ഒരു ആത്മീയ സദസ്സ് അന്നുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ ദിവസവും എന്നോണം ഈ ഖുർആൻ പഠിക്കുന്ന മക്കളെ ചേർത്തിയിട്ടുള്ള ദുആയിൽ നിങ്ങളൊക്കെ ചേർക്കാറുണ്ട്. ആ സ്ഥാപനത്തെ അതിന്റെ ഫൗണ്ടേഷൻ മുതൽ ഈ സമയം വരെ സഹായിച്ച എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ മുഴു സമയം ഖുർആനിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഭാഗം ഈ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ്. അവരെ രാവിലെ എണീറ്റ് ഖുർആനിലേക്ക് നോക്കുന്നു, രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ആ ഖുർആനിൽ നിന്ന് കണ്ണെടുത്ത് നേരെ ഉറങ്ങാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ മുഴു സമയവും ഖുർആനിലാണ്. അങ്ങനത്തെ ഒരു മക്കൾ, ഹിഫ്ള് പഠിക്കുന്ന മക്കൾ മാത്രമാണ്. ആ വിഷയത്തിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നിങ്ങൾ വേണ്ടത് ആത്മാർത്ഥമായ ദുആ. ആ സ്ഥാപനത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും ആ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ വേണ്ടിയും അതിന്റെ